പോരുന്നുണ്ടോ? സൂചിപ്പാറയല്ലേ വേറെ ഏട്ടയും പോവാൻ നമുക്ക്. സൂചിപ്പാറയല്ലേ വേറെ ഏട്ടയും പോവാ. എത്ര 900 കണ്ടി എത്താ? ഫ്രെയിമോ അവിടത്തള്ളേ? എന്ത് വൈബ്? പൂളിപ്പോ വേറെ സ്ഥലത്തുണ്ടാവൂലേ? അടിപൊളി പൂളാ. ആരാ പറഞ്ഞേ? സ്കൂൾ തൊട്ടികളോ? സ്കൂൾ തൊട്ടികൾ പറഞ്ഞ അവിടെ നല്ല പൂളൊക്കെ ഉണ്ട്, നല്ല വൈബാണ് അറിയേ. ആട്ടന്നെ പോണോ? വേറെ ഏട്ടൻ പറ്റൂല? വേറെ ഏട്ടാണ് നിങ്ങളില്ല? അപ്പോൾ ഗേസ് നമ്മൾ വയനാട് ട്രിപ്പ് പോകാമെന്ന് വിചാരിച്ചു. നമ്മൾ വെക്കേഷനൊക്കെ അല്ലേ, ഇനിയിപ്പോൾ സ്കൂൾ തുറന്നാൽ നമുക്കൊരു ഒട്ടും നേരം ഉണ്ടാവില്ലല്ലോ, എവിടേക്കും പോകാൻ കഴിയില്ലല്ലോ. അപ്പോൾ മക്കൾസിനെയും കൂട്ടി ഞങ്ങൾ ബസ്സിനാണ് കേട്ടോ പോകുന്നത്. നമ്മൾ മലപ്പുറത്തു നിന്നാണ് പോകുന്നത്. മലപ്പുറം നമ്മൾ അരീക്കോട് നിന്ന് നേരിട്ട് കൽപ്പറ്റേക്കാണ് കയറിയിട്ടുള്ളത്. KSRTC കേട്ടോ. അപ്പോൾ നമ്മൾ കയറി ഇറങ്ങി പോകുമ്പോൾ നമുക്ക് ഒരുപാട് ടൈമും ആവും, പിന്നെ ഒരുപാട് എക്സ്പെൻസും കൂടും. അപ്പം അത് വിചാരിച്ച് നമ്മൾ നേരിട്ടുള്ള ബസ്സിന് തന്നെയാണ് വന്നിട്ടുള്ളത്. വൈബ്സിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ നമ്മൾ എങ്ങോട്ടെങ്കിലും പോകാൻ വിചാരിച്ചപ്പോൾ അങ്ങനെ നമ്മളെ കേരളത്തിൽ ഏറ്റവും നല്ല അടിപൊളിയായിട്ടുള്ളൊരു പ്ലേസ് ആണല്ലോ വയനാട്. അപ്പോൾ നമ്മൾ വയനാട് പോകാമെന്ന് വിചാരിച്ചു. വയനാട് പോകാൻ വേണ്ടിയിട്ട് പിന്നെ എങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചുരത്തുമലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ പിന്നെ മെയിനായിട്ട് വയനാട് എത്തിയിട്ട് വേണം നമ്മൾ ജസ്റ്റ് കൽപ്പറ്റ എവിടെയിലൊക്കെ ഇറങ്ങിയിട്ട് അവിടുന്ന് തീരുമാനിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഗൂഗിളിൽ ഇങ്ങനെ നോക്കിയപ്പോൾ 900 കണ്ടി വൈബ്സ് ജംഗിൾ റിസോർട്ട് ഉണ്ട്. അപ്പോൾ അവിടേക്ക് പോയാലോ എന്ന് തോന്നി. കാരണം മക്കൾക്ക് ഭയങ്കര വാശി, അങ്ങോട്ട് പോകണം. അതുപോലെ സ്കൂളിലത്തെ ആരോ കുട്ടികളൊക്കെ പറഞ്ഞാണ് ഞാൻ അങ്ങോട്ട് നല്ല വൈബാണെന്നൊക്കെ. അപ്പോൾ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ബസ്സിനാണ് പോകുന്നത്. അരീക്കോട് നിന്ന് നേരിട്ട് കൽപ്പറ്റേക്കാണ് കയറിയിട്ടുള്ളത് കേട്ടോ. കയറി ഇറങ്ങണ്ടെന്ന് വിചാരിച്ച് KSRTC പിടിച്ചതാണ്. പെട്ടെന്ന് എത്താലോ. അപ്പോൾ കൽപ്പറ്റ എത്തിയിട്ട് പിന്നെ നമ്മൾ മേപ്പാടി ബസ്സിന് കയറി. മേപ്പാടി ഇറങ്ങിയിട്ട് ചൂരൽമല ബസ്സിന് കയറിയിട്ട് 900 കണ്ടി ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ 900 കണ്ടി ഇറങ്ങിയിട്ടാണ് നമ്മൾ പോകേണ്ടത്, ട്രക്കിങ്ങിന് പോകേണ്ടത് കേട്ടോ. അങ്ങനെയാണ് പോകേണ്ടത് ബസ്സിന് പോകുന്നവർ കേട്ടോ. എല്ലാവരും വണ്ടിക്ക് അവിടേക്ക് എത്താമെന്ന് പറഞ്ഞതാണ്. യൂട്യൂബേഴ്സിൻ്റെ കൂടെയാണ് പോകുന്നത്. യൂട്യൂബ് ടീംസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും പാടെ സജസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ള സ്ഥലമാണ് ഈ 900 കണ്ടി വൈബ്സ് റിസോർട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ ഇറങ്ങിയിട്ട് 900 കണ്ടി ഇറങ്ങിയിട്ട് പിന്നെ നമ്മൾ ട്രക്കിങ്ങിനാണ് പോകുന്നത്. പിന്നെ ഇതൊരു വേറൊരു അനുഭവം തന്നെയാണ് കേട്ടോ. ഈ ജീപ്പിൽ വേറെ ഈ ഒരു ഡ്രൈവ് ഓഫ് റോഡ് ട്രക്കിംഗ് അല്ല, ഓഫ് റോഡ് മാറി പറഞ്ഞാണ്. ഓഫ് റോഡ് വേറൊരു അനുഭവം തന്നെയാണ്. കലിമ ചൊല്ലി കുത്തുന്നതാണ് കേട്ടോ. സത്യം പറയുകയാണെങ്കിൽ ഭയങ്കര പേടിയുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം കേട്ടോ. അപ്പം നമ്മളെ വണ്ടി കുറച്ച് താഴ്ത്തിട്ടിട്ട് ഒരു 10-20 മിനിറ്റൊക്കെ നടക്കുകയാണെങ്കിൽ ഒരു 10-20 മിനിറ്റ് നടക്കാണ്ട്. പക്ഷേ നമുക്ക് അത്രയും ദൂരം ഈ കാടും മലയും കയറി നടക്കാനൊന്നും കഴിയില്ലല്ലോ. അപ്പോൾ ഇതാണെങ്കിൽ വേറെ രസമല്ലേ. അപ്പോൾ നല്ല പേടിയുണ്ടായിട്ടുള്ള കാര്യം അറിയാലോ. അപ്പോൾ സന്തോഷമായില്ലേ നിങ്ങളെ മറ്റേ ഫ്രെയിം? സന്തോഷായോ? ഫ്രെയിമൊക്കെ എത്തിയില്ലേ? ഓ ഇപ്പളാ ഓൻ്റെ ഒരു മോന്ത തെളിഞ്ഞത് കേട്ടോ. ഇതുവരെ നാട്ടിൽ നിന്ന് ഭയങ്കര പ്രശ്നത്തിലേനും ഫ്രെയിമിക്ക് തന്നെ പോകണം. അവിടെ ഭയങ്കര വൈബാണ്, ഭയങ്കര ഇതാണ്, ഇങ്ങനെയാണ്. സത്യം പറയുകയാണ് ഇവിടുത്തെ ഈ ഇതന്നെ നല്ലൊരു വൈബ് ഉണ്ട് കേട്ടോ കാണാൻ. നല്ല അറ്റ്മോസ്ഫിയറൊക്കെ നല്ലൊരു വൈബ് ഉണ്ട്. പറഞ്ഞമായിരിക്കാനാണ്. ഏതായാലും നമ്മൾ നോക്കല്ലേ. ഏതായാലും റിസോർട്ട് കണ്ടിട്ട് സെറ്റാണ്. പിന്നെ അതുപോലെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റും ഉള്ളൂ കേട്ടോ. നമുക്ക് താങ്ങാൻ പറ്റുന്ന, സാധാരണക്കാർക്കൊക്കെ താങ്ങാൻ പറ്റുന്ന റേറ്റും ഉള്ളൂ. കണ്ട് പോയി വെക്കാം. ഇങ്ങനെ വന്നിട്ട് അടിപൊളി റിസോർട്ട് കേട്ടോ. മാഷാ അല്ലാഹ്. എങ്ങോട്ടെ മക്കൾസ് വാങ്ങിയത് തന്നെ അറിയില്ല കേട്ടോ. എവിടെയെന്ന് അറിയില്ല. ഒറ്റ ഓട്ടം ഓടിയിട്ടുണ്ട്. പോയോക്കട്ടെ എന്തായാലും. ഭയങ്കര ഒരു ശാന്തമായൊരു സ്ഥലം കേട്ടോ. നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓലിപ്പം എങ്ങോട്ടേ ഇറങ്ങിപ്പോയാൽ പഠിച്ചോനെ. അവിടെ മുകളിലൊക്കെ നല്ല രസമുണ്ടല്ലോ കാണാൻ. അതായത് നോക്കട്ടെ.
ഞങ്ങളുടെ ആദ്യമായിട്ടാണ് വരുന്നത്. വയനാട് പല സ്ഥലങ്ങളിൽ വന്നിട്ടുണ്ടെങ്കിലും ഞാൻ അങ്ങനെ വേറെ കുറേ സ്ഥലം പറഞ്ഞപ്പോൾ ഓൽക്ക് ഇങ്ങോട്ട് തന്നെ വരണം എന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും നോക്കലേ. എന്ത് വെള്ളം കുടിച്ചിട്ട് പോവാം. ആ ആയിക്കോട്ടെ വരാം. ആയിക്കോട്ടെ. ആ ഞങ്ങളെ ബാഗൊക്കെ അവിടെ വെച്ചിട്ടേ വരാം. പൂളിൻ്റെ അടുത്ത് എനിക്ക് പറ്റുള്ളൂ. എല്ലാ രസമുണ്ട്, എല്ലാം നല്ല രസമുണ്ട്. കുറേ വീടുകളുണ്ട് അല്ലേ. പെരാന്നൊന്നും പറയരുത്. മാഷാ അല്ലാ കട്ടിലോ അടച്ചോനെ. ബാഗൊക്കെ കൊണ്ടുവച്ച് വരാം. എന്റെ ബേക്കിൽ വാ. മാഷാ അല്ലാ അടിപൊളി. അടിപൊളി അറ്റ്മോസ്ഫിയർ ആണ് കേട്ടാ. മാഷാ അല്ലാ. അവിടെ പൂളാണ് കേട്ടാ. ദീപനാടെ ഇരിക്ക്. ഇതെന്താട്ടാണിത്? സ്വിമ്മിംഗ് പൂൾ അടക്ക്, കുറച്ചു നേരം കഴിയട്ടെ. വാവ് മാഷാ അല്ലാ. വരി നമ്മൾ പൂളിൻ്റെ അവിടെ പോയി നോക്കും. ഇങ്ങടെ കുറച്ചു നേരം കഴിഞ്ഞിട്ട് മാറ്റി ഇറങ്ങാം നമുക്ക് കേട്ടോ. മാഷാ അല്ലാ ഭയങ്കര അറ്റ്മോസ്ഫിയർ ആണ് കേട്ടോ ഇവിടെ. ഭയങ്കര കുളിർമ്മ തോന്നുക. വയനാടിൻ്റെ സകലമാന ത്രില്ലും ഇവിടെ ഉണ്ട് കേട്ടോ. ആ ഒരു കാടിൻ്റെ ഒരു പൂള് ഇടയ്ക്ക് ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട്, നല്ല പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലം. ഒന്നും പറയാനില്ല കേട്ടോ. കണ്ടില്ലേ എന്ത് രസമല്ലേ കാണാൻ. ആകാശത്തിനൊക്കെ പ്രത്യേക ഒരു ഭംഗി, എന്താണെന്നറിയില്ല. അപ്പോൾ ഇവിടെ ഇരിക്കാൻ കസാലയും കാര്യങ്ങളൊക്കെ ഉണ്ട് പൂളിൻ്റെ അടുത്ത് തന്നെ. ഓർക്കതാ നല്ലൊരു തണുത്ത കാറ്റ് വരുന്നുണ്ട് കേട്ടോ. ഇവിടെ കുട്ടികൾ കൂഞ്ഞാലാടാൻ ഇതൊക്കെ ഉണ്ട്. കണ്ടില്ലേ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. മൊത്തത്തിൽ നല്ല രസമായിട്ടുണ്ട്. മാഷാ അല്ലാ കണ്ടിട്ട് എനിക്ക് ഇപ്പം തന്നെ ഇറങ്ങാൻ ഇങ്ങോട്ട് തോന്നി. ഗേസ് ഒന്നും പറയാനില്ല. ഡ്രസ്സൊന്നും മാറ്റി വെച്ചില്ല. അതിൻ്റെ മുന്നേ ചാടിയാലോ. അവന് ബേക്ക് നീന്തി പോച്ചെങ്ങ ഇങ്ങനെ പിടിച്ചല്ലേ. അവിടുന്ന് പോയാട്ടോ. അവിടുന്ന് ഇങ്ങോട്ട് വാ. ഇല്ല പൊട്ടാസേ, അതിന് ഇതില്ലേ. ഞാനില്ല ഇവിടെ. കൊഞ്ചരുത് കേട്ടോ. ദീപം അങ്ങോട്ട് പോയി കുറച്ച്. നോക്കിക്കോ ഗൈസ്. മാർക്ക് അവിടുന്ന് മാർക്ക് മാർക്ക് അങ്ങോട്ട് പോ. വെള്ളം വരുന്നുണ്ടാക്കി എന്നാ
നല്ല ചങ്ങായി. ചാടിയൊക്കെ അവനെ. അപ്പൊ നമ്മളിവിടെയുള്ള കേസ് 900 വൈബ്സില് ഈ 900 കണ്ടി എങ്ങനെ പേരൊന്നും അറിയോ? എങ്ങനെ അറിയില്ല. ഇവിടെ ഒരാള് വന്ന് മാറി 901 ആയി. കാരണം ഇവനും കൂടി ഒന്ന് ആയി. അപ്പൊ 901 കണ്ടേ. അങ്ങനെയാണ് കണ്ടിയത് പേര്. പോവുള്ളൂ. അയ്യോ തുറന്നോട്ട് പറയിട്ടോ. അവിടെ നിലത്ത് തട്ടുണ്ട്. അപ്പൊ ഞാൻ ഊഞ്ഞാലാടി വീണ ആരും കണ്ടില്ലല്ലോ. അപ്പോൾ ഒന്ന് പോകുന്നത് ചായ കുടിക്കാൻ പോകുന്നതാണ്. കോഫിയാണ് കേട്ടോ, നല്ല ടേസ്റ്റുള്ള കോഫിയാണ്. മതി. അപ്പം നമ്മുടെ ടീംസ് മുഴുവനും ഇവിടെ എത്തിയിട്ടുണ്ട്. എന്താ പിന്നെ ഷാഫിക്കുണ്ട്, നജീബിക്കുണ്ട്, ബാസിക്കുണ്ട്, ഓരൊക്കെ വൈഫുണ്ട്, മുബി, എല്ലാവരും ഉണ്ട്. നമ്മുടെ വേറെ പേരൊന്നും എനിക്കറിയില്ല കേട്ടോ, ഞാൻ പഠിച്ചിട്ട് പറഞ്ഞുതരാം. ഇതെല്ലാം നമ്മൾ ചായ കുടിച്ചു. ചായ അല്ല കേട്ടോ, കോഫിയായിരുന്നു. കോഫി നല്ല അടിപൊളി കോഫിയായിരുന്നു കേട്ടോ, ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് കേക്കായിരുന്നു കടി കേട്ടോ. അതൊക്കെ കുടിച്ച് കഴിഞ്ഞ് നമ്മൾ പൂളിക്ക് ചാടാമെന്നാണ് കേട്ടോ. അപ്പോൾ ഞാനേ പെട്ടെന്നുണ്ടായ പോരലായോണ്ടേ എടുത്ത് വെച്ച കവറ് അവിടെ തന്നെ വെച്ചിട്ട് പോന്നു കേട്ടോ. 2 ബാഗ് സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ പൂള് ചാടാനുള്ള ഡ്രസ്സ് എൻ്റെ മാത്രമായില്ല ഇന്നു കേട്ടോ. വേറെ മക്കൾ സീറ്റൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ തന്നെ ചാടി കേട്ടോ. ടീഷർട്ട് ഉണ്ടായിരുന്നു, പക്ഷേ പാൻറ് കാണാനില്ല. അപ്പം ഞാൻ ഇട്ട ഡ്രസ്സ് ഇട്ട് തന്നെ ചാടി. അപ്പോൾ നമ്മൾ വെള്ളത്തിലൊക്കെ നല്ല പോലെ ആർമാദിച്ച് കുളിച്ച് കഴിഞ്ഞു, ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. ഫുഡ് കഴിക്കാൻ വന്നതാണ് കേട്ടോ. ഫുഡ് കഴിച്ചിട്ട് വേണം ഇനി നമുക്ക് ക്യാമ്പ് ഫയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ വൈഫൈ സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, അതുകൊണ്ട് ഒരു സുഖമുണ്ട്. നെറ്റില്ലാത്തവർക്ക് ജിയോക്ക് നെറ്റുണ്ട്, വേറെയുള്ള സിമ്മിനൊക്കെ നെറ്റില്ല കേട്ടോ. എൻ്റെ എയർടെല്ലിനും എൻ്റെ കുറവ് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിക്കാൻ വന്നതാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് പരിചയപ്പെടലൊക്കെ കഴിഞ്ഞ് ഫുഡ് കഴിക്കാൻ വന്നതാണ് കേട്ടോ. ഫുഡ് നെയ്ച്ചോറും, നല്ല അടിപൊളി നെയ്ച്ചോറാണ് കേട്ടോ. നെയ്ച്ചോറും അച്ചാറ്, പിന്നെ ചെള്ളാസ് ഉണ്ട്. ചെള്ളാസ് മറ്റേ ഇതില്ലേ സാലഡ്, ഇതിന് ചെള്ളാസ് എന്ന് പറയുള്ളൂ അല്ലേ. എന്തായാലും പിന്നെ ചിക്കൻ കറി ആയിരുന്നു. അടിപൊളി ഫുഡ് ആയിരുന്നു കേട്ടോ. ഫുഡൊക്കെ കഴിക്കൽ കഴിഞ്ഞു. നമ്മൾ ക്യാമ്പ് ഫയറിന് പോകുന്നതാണ് കേട്ടോ. എല്ലാരും സലാബ് ഷാഫി എവിടെ? ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഒരു മുള സ്റ്റൂ എടുത്തു. ഇപ്പോ ഇത് ആരെങ്കിലും ഒരാൾ പ്ലെയിൻ ചെയ്തിട്ട് ഒരാൾ ഇവിടെ ശ്രദ്ധിച്ചേക്കണേ. ആരെങ്കിലും ഒരാൾ, ഇപ്പോൾ ഒരാളിൻ്റെ കണ്ണുങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരാൾ, ഇപ്പോൾ എൻ്റെ ഇറങ്ങുന്ന ആൾക്കാരൊക്കെ വരാം. ആരെങ്കിലും ഇഷ്ടപ്പെട്ട ഒരാൾക്ക് എൻ്റെ കണ്ണ് കൊടുക്കാം. നിങ്ങൾ ആരെങ്കിലും ഒരാൾക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് കൂട്ടത്തിൽ ഒരാൾ ഒരിക്കലാണെന്ന് പറയുന്നത് എടുത്തിട്ട് ഒരാൾ എടുത്തിട്ട് എന്ത് ചെയ്യാം, ഇസ് പൊക്കിയിട്ട് ഇങ്ങനെ കാണിക്കുക. എല്ലാവർക്കും ഒന്ന് കാണിച്ചു. ഒരാൾ രണ്ടാമത്തെ ഉള്ള ഒരാളെ കാര്യം നിങ്ങൾ ഇവിടെ നിന്നിട്ട് പ്ലാൻ ചെയ്യണം. പക്ഷെ കേൾക്കരുത്, മനസ്സിലായോ? ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് സൂര്യൻ അല്ലേ. ഇപ്പം ഞാൻ ഇവിടെ പാരാൻ, ഇവിടെ പാരാൻ നിൽക്കുമ്പോൾ എന്ത് ചെയ്യാം, ജസ്റ്റ് ആരാണ് ഇരിക്കുന്ന ചായ കാണിക്കുക. എന്നിട്ട് അവിടെ എടുത്തിട്ട് ഒരാൾ ഫ്രണ്ടിൽ കാണിച്ചിട്ട് ഇതിൽ എന്ത് ചെയ്യുക, മെസ്സിലേക്ക് കാണിച്ചു കൊടുക്കുക. ഒരാൾ എന്നിട്ട് ഇത് പ്രത്യേകം വെക്കുക. മനസ്സിലായോ? അത് ആരെടുത്ത് ഞാൻ പറഞ്ഞുതരാൻ ശ്രമിക്കും. എൻ്റെ കണ്ണ് പോകും, അവിടെ തിരിഞ്ഞതിൻ്റെ കണ്ണ് ഒത്തും. ആ ആരെടുത്ത് ഇങ്ങനെ കണ്ണും മൂക്കും കണ്ടെനിക്ക് പറയാൻ ശ്രമിച്ചു നോക്കാം. ഓക്കെ, ഇത് വിട്ട് മേറ്റ് ഒരിക്കലും തട്ടേ കിട്ടും. ഒരാൾ നിങ്ങൾ ശബ്ദവും കാര്യങ്ങളും എൻ്റെ കൈ ചോക്കി കയറ്റുന്നത്. ഓക്കെ, ഒരാളിനെ മനസ്സിലായി, എൻ്റെ മനസ്സിലായിരുന്നു. അപ്പോൾ ഒരാൾ ഷാൾ വേണം, ഉപയോഗിക്കാത്ത ഒരാൾ ഷാൾ വേണം.
ഇവരെന്ത് ചെയ്യും എന്റെ ഷാൾ ഇട്ടിട്ട് കണ്ണ് കുത്തി പൊട്ടിച്ചോ കണ്ണ് പൊത്തിരെ കൈയൊക്കെ തക്കും ഓക്കെ കഴിഞ്ഞൊന്ന് കഴിഞ്ഞോട് പറഞ്ഞു ഓക്കെ അപ്പൊ കണ്ണ് കെട്ടിക്കോളൂ. അപ്പൊ കണ്ണ് കെട്ടുക. അയില്ല കണ്ണ് കെട്ടട്ടെ. ആ ഓക്കെ ഒരാള് ഒരാള് ആ എല്ലാവർക്കും കാണിച്ചു കൊടുക്കൂ. ഒരാളെടുത്ത് വെച്ചു. ആ റെഡി. ചപ്പാത്തി എന്താ ചേച്ചി രാവിലെ ചപ്പാത്തി എത്ര ചേച്ചി ഉച്ചക്ക് എന്താ ചേച്ചി ചോറ് എന്താ കറി എന്താ സാമ്പാർ മീൻ എന്താ ചേച്ചി രാവിലെ പൂരി എത്ര ചേച്ചി ഒരു മൂന്നുള്ള ആരും ഈ തെറ്റാലും ഇതാക്കി കിട്ടോ ഇതാക്കണം അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് ഇവളല്ല എടുത്തിരിക്കുന്നത് നീയല്ല നിങ്ങളല്ല അപ്പോൾ ഇതിപ്പോൾ എടുത്തിരിക്കുന്നത് ഇയാളല്ല ഇയാളാണ്. അടിപൊളിയായി രക്ഷയില്ല. രാത്രി നമ്മൾ കൊടുങ്കാലിൻ്റെ ഉണ്ടാണ്. കൊടുങ്കാലിൽ ഭയങ്കര രസമാണ്. രാത്രി ക്യാമ്പ് രക്ഷയില്ല. അടിപൊളിയായി മസ്റ്റായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. എന്താ അഭിപ്രായം പറയൂ. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. രാത്രി നല്ല തണുപ്പും എല്ലാ ക്ലൈമറ്റും പിന്നെ ഒരുപാട് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ എല്ലാവരെയും കൂടി ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഏതായാലും നല്ല അടിപൊളിയായിരുന്നു. നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യും. വയനാട്ടിലേക്ക് വരികയാണെങ്കിൽ ഒരു 900 കണ്ടുള്ള സ്ഥലമാട്ടോ. നല്ല പ്രോപ്പർട്ടി അടിപൊളിയാണ്. എന്താ പറയുക നല്ലൊരു ആംബിയൻസ് ആണ്. ഫാമിലിക്ക് ഏറ്റവും വരാൻ പറ്റിയ ചില്ല് ചെയ്യാൻ പറ്റില്ല. അതെ നല്ല വൈബ്സ് റിസോർട്ട് എന്നതിന്റെ പേര് എഫ്രൈം എന്നും പറയും. വൈബ്സ് ശരിക്കും പേര് വൈബ് റിസോർട്ട്. ജംഗിൾ വൈബ്സ് ജംഗിൾ റിസോർട്ട്. 10-20 ഫാമിലി അടിപൊളിയിൽ ചെറിയ അഫോർഡബിൾ പ്രൈസിൽ കാടിന്റെ ഉള്ളിൽ വന്ന് പൂളിലൊക്കെ ചാടി എൻജോയ് ചെയ്യാം. രാവിലെ സൂര്യൻ ഇങ്ങനെ ഉദിച്ച് വരുമ്പോൾ നമുക്ക് നല്ലൊരു വ്യൂ ആണ് കേട്ടോ സൺസെറ്റിൻ്റെ ഒക്കെ. പിന്നെ നല്ല തണുപ്പുണ്ട് കേട്ടോ. തണുപ്പ് ഒരു രക്ഷയില്ല. നമ്മൾ വന്നപ്പോൾ വിചാരിച്ചിനി നമ്മൾ പോരുന്ന വഴി നിന്നൊക്കെ നല്ല ചൂട് എന്നൊക്കെ വിചാരിച്ചിനി. പിന്നെ വന്നപ്പോൾ ആ ഒരു മാറ്റി വെച്ചേക്കാത്തതുകൊണ്ട് നമുക്കൊരു നല്ല ചൂടായിട്ടാണ് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പോൾ നല്ല തണുപ്പുണ്ട് കേട്ടോ. ഫാനൊന്നും ആവശ്യമേ വന്നിട്ടില്ല. പിന്നെ അപ്പോൾ നല്ല ഒന്നും പറയാനില്ല. നല്ല അടിപൊളി റിസോർട്ടാണ് കേട്ടോ. നല്ല വൈബാണ്. എല്ലാവരും കുറേ ഫാമിലിയൊക്കെ ആയിട്ട് മൊത്തത്തിൽ വരികയാണെങ്കിൽ പിന്നെ ഒരുപാട് റിസോർട്ടുണ്ട് കേട്ടത്. പിന്നെ ഇങ്ങനെ ഓരോ എന്താ ടീച്ചർ എന്താ അനുഭവം പറയും. ടീച്ചറെ ഒരു ഇലട്ട ഐശ്വര്യം മൂവി അഭിപ്രായം. മൂവി ഈ റൂമിനെ കുറിച്ച് എന്താ പറയല്ലേ?
അടിപൊളി റൂമാണ്. അതിനിപ്പോ അടിപൊളി ട്രഡീഷണൽ വൈബ്. കണ്ണൂർ കപ്പിൾ എന്താണ് അഭിപ്രായം പറയാനുള്ളത്? റൂംസ് എങ്ങനെയുണ്ട്? ചായ എങ്ങനെയുണ്ടല്ലോ, കോഫി എങ്ങനെയുണ്ട്? അതിനിപ്പോ ചായ ചായയാണ്, കാപ്പിയല്ല അറിയാം. മോള് എന്ത് ഇപ്പൊ രാവിലെ തന്നെ നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു ചായ കിട്ടിയിട്ടുണ്ട്. മിന്റ് ലീഫ് ഇട്ടിട്ടുള്ള ടീ ആണ്. അപ്പൊ ഇത് ഈ പാർക്കിലെ പൂളാണ്. ഇത് അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഞാൻ വന്ന പാടെ ഇങ്ങോട്ടാണ് വന്നത്, കാരണം നല്ല ചൂടായിരുന്നു. ട്രെക്കിങ്ങും കാര്യമൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ ഓടി വന്ന് ഇതിലോട്ട് ചാടിയത്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു, നല്ല തണുപ്പായിരുന്നു. രാവിലെ എണീറ്റ് ഫ്രഷായി ഒരു മിനിറ്റിയൊക്കെ കുടിച്ചിട്ട് നടക്കാൻ ഇറങ്ങിയതാണ് കേട്ടോ. കാടൊക്കെ ഒന്ന് കണ്ടുവരാമെന്ന് വിചാരിച്ചു. നമ്മൾ കാട്ടിലൂടെ ഇങ്ങനെ ട്രക്കിങ്ങിന് പോവാണ്. കാട് അടിപൊളിയില്ലേ, ഒന്നിട്ട് അപ്പൊ ഗേസ് നല്ല അട്ടുണ്ട് കേട്ടോ. കാട്ടില് നല്ല അട്ടുണ്ട്. ഇന്നപ്പോ ഒന്ന് കടിച്ച് ആ എടുത്തില്ലല്ലേ, അതാ അതില് എത്ര എളുപ്പമായി സാധനം മേല് കേറല്ലേ. നമുക്ക് ഗൈഡ് ഉള്ളോണ്ട് നിങ്ങളെല്ലാ ടീംസിന്റെയും കൂടി പോര് കൂടെ പോവൂലേ. അപ്പൊ ഗൈഡ് എല്ലാരും കൂടെ പോരുന്നാ പറഞ്ഞത്. മനോ വന്നാലുള്ള ഒരു വേറിട്ടൊരു അനുഭവമാണ് ട്രക്കിങ്. ഇതൊക്കെ ഏതെങ്കിലും ഉരുൾപൊട്ടലിലൊക്കെ വന്നായിരിക്കൂലേ. നല്ലൊരു വ്യൂ പോയിന്റ് ഉണ്ട് ഇവിടെ കാണാൻ പോകണ്ടാവും. വെറുതെ അല്ലേ വെള്ളമൊക്കെ എടുത്ത് പോന്നേ. കൊടി കുച്ചിമല ഒറ്റ നടത്തി കയറിയ ആളാണ്. അതന്ന് ഇന്നിപ്പോ എത്ര കൊല്ലം മുന്നേ? 5 കൊല്ലം മുന്നേ. കിളികളുടെ സൗണ്ടൊക്കെ അല്ലേ. ചോര കുടിക്കാത്തോണ്ട് ചെറുത്, ചോര കുടിച്ചാ വലുതോ. ആ ഉപ്പ് കളയല്ലേ തട്ടിക്കാട്ടെ. കടന്നിട്ടാ ഞാൻ എന്റെ മേത്ത് കയറൂല. ഞാൻ പോവുക. അത് നിങ്ങളെ ദിവസാണ്. ഉപ്പെടുത്ത് മാത്രം വന്നാൽ ഈ അട്ട നല്ല കടിയാണ്. ഒന്നും പറയാനില്ല, അട്ട പെരും കടിയാണ്. അപ്പൊ ഗെയ്സ് നല്ല അടിപൊളിയായിട്ടുള്ള നല്ല വ്യൂ ഒക്കെ കിട്ടുന്നുണ്ട്. വ്യൂ മൊബൈലിൽ അങ്ങനെ കിട്ടുന്നില്ലല്ലേ വ്യൂ ഒന്നും. കഴിഞ്ഞ ഗെയ്സ് അടിപൊളി സ്ഥലം കാണാം. അടിപൊളി എന്താ ഇവിടെ വരുന്നവരൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട കാര്യമാണ്. കുഴച്ച് എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ അതാ അവിടെ ഭയങ്കര യങ്ങായി നിക്കുന്നത്, ഇരുമ്പ് പോലെ. എവിടെ വഴക്ക് മറ്റേ സാധ്യതനെ പോലെ ഇവിടെ വന്നുള്ള വ്യൂ കേട്ടോ. ഒരു 4 ഉണ്ട്. ഇനി നെറൂക്കൊന്ന് കേറിയില്ലേക്കോ തപ്പി. ഈ പെണ്ണ് മെല്ലെ നടക്കണോണ്ടാ എന്റെ കാലമ്മ കേറണത്. നിന്നാ കേറിട്ടോ, നിന്നാട്ടെ കേറും. ഇത് എന്റെ കാലം കേറണതോ കേട്ടോ. എനിക്ക് എന്ത് രസല്ലേ കാണാന്.
പുത്തുമല ഉരുൾപൊട്ടൽ ഇവിടുന്നുണ്ടായത്. ഓരോരുത്തർ മേലെ പോയി നോക്കാൻ പറഞ്ഞ നമ്മളെ കാണാം. എങ്ങനെ അതാണ് നമ്മളെ എവിടെ അതവിടെ 5G റേഞ്ച് ഒക്കെ ഇവിടെ ഫുള്ള് റേഞ്ച് ഉണ്ട്. 5G ഉണ്ട്. അവിടെ ഗ്യാപ്പതാ ഇത്തിരി അങ്ങോട്ട് താഴേക്ക് ഒരു 2 കിലോമീറ്ററോളം ഇങ്ങനെ താഴേക്ക് പോകുമ്പോ ബെല്ലായിക്കോളും. അതാണ് ഇവിടുന്ന് വന്നിട്ടുള്ള വ്യൂ കേട്ടോ. നമ്മള് 900 വയസ്സിൽ വരുന്നവർക്കൊക്കെ വന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ ഗേസ് 900 കണ്ടി വൈബ്സ് റിസോർട്ടിലേക്ക് വന്നാൽ പുതിയൊരു അനുഭവമാണ് ഈ ട്രെക്കിങ്. നമ്മൾ ഒരുപാട് കയറി പോകുന്നു കേട്ടോ. ഇതിൻ്റെ ഓപ്പോസിറ്റുള്ള മലകളുടെ അത്രയും ഹൈറ്റിൽ നമ്മൾ കയറി പോകുന്നു. നമ്മൾ നല്ല സ്റ്റഡിയിൽ തന്നെ കയറി പോകുന്നത്. കുറച്ച് ആളുകളൊക്കെ കുറച്ചിങ്ങനെ താഴ്ന്നിട്ടൊക്കെ ഉണ്ടായിരുന്നു, എന്നാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ അട്ടുണ്ട്, അല്ലാത്ത കുഴപ്പമൊന്നുമില്ല. അടിപൊളി വ്യൂ പോയിന്റ് ആണ് കേട്ടോ. പിന്നെ അട്ട ആദ്യമായിട്ട് കടിക്കുമ്പോൾ നമുക്കൊരു ഗതികേടായിരിക്കും. പക്ഷെ ഇപ്പോൾ നമുക്ക് ശീലമായിട്ടോ, കടിച്ച് ശീലമായി, അതുകൊണ്ട് സീനൊന്നുമില്ല. അപ്പോൾ ആദ്യം എനിക്ക് ഭയങ്കര അർപ്പേനു. അപ്പോൾ പിന്നെ നമ്മൾ ഈ ഒരു മല പറഞ്ഞ ഈ മരങ്ങളൊന്നും ഇല്ലാത്ത സ്ഥലം കുറച്ചുള്ളൂ കേട്ടോ. പിന്നെ ഇത് അടിക്കട ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് അടിയിക്ക് കാടിൻ്റെ ഉള്ളിൽ കൂടെ നല്ല അടിപൊളിയായിട്ടുള്ള വ്യൂ പോയിന്റ് ആണ് കേട്ടോ. അടിപൊളിയായിട്ടുള്ളതാണ്. അരുവിണ്ട് ഇവിടെ വന്നിട്ട് മഴക്കാലത്ത് നല്ല മഴയുള്ള സമയത്തല്ല, ഒരു മീഡിയം മഴക്കുള്ള സമയത്ത് ഇതിലൊക്കെ വന്നിട്ട് കുളിക്കുകയൊക്കെ ചെയ്യാം. ചാരി പറഞ്ഞാൽ റിസോർട്ടിൽ നിന്ന് ഒരു 500 കിലോമീറ്റർ. അപ്പോൾ ട്രെക്കിങ് കഴിഞ്ഞ് വന്ന് നമ്മൾ പുട്ടും കടലക്കറിയാണ് കഴിക്കുന്നത് കേട്ടോ. നല്ല വിശപ്പുണ്ടായിരുന്നു, കാരണം മല കയറി വന്നതല്ലേ. അപ്പോൾ രാവിലെ ഇഡ്ഡലിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പോകുന്നതിന് മുന്നേ തിന്നാത്തതുകൊണ്ട് നമുക്ക് പുട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഏതായാലും അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നല്ലൊരു അനുഭവമാണ് ഇവിടെ വന്നിട്ടുള്ളത്. 900 കണ്ടി വൈബ്സ് ജംഗിൾ റിസോർട്ടാണ് കേട്ടോ ഇവിടെ. പിന്നെ അപ്പം ഒന്നും പറയാനില്ല, പൊളിച്ചടക്കിയിട്ട് ഞങ്ങളെല്ലാവരും ടീംസും കൂടി യൂട്യൂബേഴ്സിൻ്റെയൊക്കെ. അപ്പോൾ ഇനി എന്തെങ്കിലുമൊക്കെ ആയിട്ട് വീണ്ടും വരാതെ വരേക്കും ടേക്ക് കെയർ, ബൈ, താങ്ക് യു. അപ്പം നമ്മൾ നാട്ടിൽ പോവാണ് കേട്ടോ.